പ്രശാന്തേട്ടാ, ഇപ്പോ ഓരോ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി നിർണയങ്ങളും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ഊഹങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ കൊല്ലത്തെ സംബന്ധിച്ച് കൊല്ലത്തെ നിയമസഭയിലെ ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷ് മത്സരിക്കുന്നുണ്ടോ എന്നൊരു വലിയ ചോദ്യമില്ലേ? അതിനകത്ത് തന്നെ മുകേഷിന്റെ പ്രതികരണമായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഉണ്ടായിരുന്നത്. മുകേഷ് പറയുന്നത്, എനിക്ക് ഇപ്പോ മത്സരിക്കണമെന്ന് അമിതമായ താല്പര്യങ്ങളൊന്നുമില്ല, പാർട്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ റോള് ഞാൻ നന്നായിട്ട് അലങ്കരിക്കാം എന്നാണ് മുകേഷ് മാധ്യമങ്ങളോട് പറയുന്നത്. പാർട്ടി അങ്ങനെ ഒരു ആവശ്യപ്പെടുമായിരിക്കുമോ മുകേഷിനെ ഒന്നും കൂടെ കളത്തിലേക്ക് ഇറക്കാനായിട്ട്? പാർട്ടി ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും കൊല്ലത്തുള്ള ജനങ്ങൾക്ക് ആ പ്രകടനം നന്നായിട്ട് ബോധിച്ചാണ് ഇരിക്കുന്നത് മുകേഷിൻ്റെ. കാരണം മുകേഷ് ജയിച്ചു, MLA ആയി. പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് കൊല്ലത്തുള്ള ആരോട് ചോദിച്ചാൽ, അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരോട് ചോദിച്ചാൽ പോലും പറയും മുകേഷ് നിന്നിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പം പാർട്ടി ആവശ്യപ്പെടുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മുകേഷ് ചേട്ടന് അങ്ങനെ മത്സരിക്കാൻ ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു കാര്യം മുകേഷിനെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കി നിർത്തുമെന്ന് ഒരിടത്തും പറഞ്ഞു കണ്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ സിനിമാ ഫീൽഡിലും അല്ലാതെയും വന്നിട്ടുള്ള ആരോപണങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ പ്രശാന്തേട്ടാ, ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷിനെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഏറ്റവും വലിയ ചോദ്യമായിരുന്നു ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ. ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഉണ്ടായിരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇതിനകത്തിലൊക്കെ ആരോപണം നേരിട്ടുകൊണ്ടിരുന്ന ആ ഒരാളായിരുന്നു, വ്യക്തിപരമായിട്ട് അത്ര ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു മുകേഷ് എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പോലും ലോക്സഭയിലേക്ക് NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു വലിയ നേതാവിനെതിരെ മുകേഷിനെ നിർത്തുന്ന രീതിയിലേക്ക് CPM നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് മുകേഷിനെ എന്തുകൊണ്ട് നിർത്താൻ സാധിക്കില്ല എന്നായിരുന്നു പാർട്ടിയുടെ ചോദ്യം. അയാൾ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, മുകേഷിന്റെ വോട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു പാർട്ടി കുടുംബമായതിന്റെ പേരിൽ CPM എപ്പോഴും ബാക്കിയുള്ള, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ പറയുന്നുണ്ടല്ലോ പാരമ്പര്യ വോട്ടുകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ജയിച്ചു പോകുന്ന ഒരു പാർട്ടിയാണ് UDF എന്ന്. അതേ രീതിയിൽ അതേ കാര്യം തന്നെയാണ് മുകേഷിന്റെ കാര്യത്തിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. കൊല്ലത്ത് അതേ വോട്ടുകൾ, അല്ലെങ്കിൽ ആ വോട്ടുകൾ മുകേഷിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ലോക്സഭയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പെണ്ണ് വിഷയം മുകേഷിന് ഒരു പാരയാകുമോ? ഈ പറയുന്ന നിയമസഭയിൽ മുകേഷ് തോറ്റുപോകുമോ എന്നൊരു വലിയൊരു ചോദ്യമില്ലേ? തീർച്ചയായിട്ടും കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്ന് ഞാൻ പറയും. കൊല്ലത്ത് മുകേഷിനെ നിർത്തി മത്സരിപ്പിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് കെട്ടിവെച്ച കാശ് പോലും, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് മുകേഷ് എന്നല്ല, കൊല്ലത്തെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ചായ്വ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലതുപക്ഷത്തേക്കാണ്. കാറ്റ് വലത്തേക്ക് വീശി തുടങ്ങി. കേരളം മൊത്തം തന്നെ, കേരളം ഒന്നാകെ കാറ്റ് വലത്തേക്ക് വീശി തുടങ്ങി. ഇടത്തേക്കായിരുന്നു കഴിഞ്ഞ 2 വർഷം, അതായത് കഴിഞ്ഞ 10 വർഷമായി കാറ്റ് വീശിക്കൊണ്ടിരുന്നത് വലത്തേക്കായിരുന്നു. ആദ്യ 5 വർഷം നല്ല വൃത്തിക്ക് വീശിക്കൊണ്ടിരുന്ന കാറ്റ് അടുത്ത 5ാം വർഷത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ വേഗതയൊന്ന് കുറഞ്ഞു. ഇപ്പം ചെറിയൊരു എന്താ പറയുന്നത്, പുൽനാമ്പുകളെ ഇളക്കാൻ കരുത്തുള്ള ഒരു കാറ്റ് മാത്രമേ മിച്ചുള്ളൂ. പക്ഷേ നേരെ മറിച്ച് വലതുപക്ഷത്ത് കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. അത് ആഞ്ഞടിക്കും, തീർച്ചയായിട്ടും അത് ആഞ്ഞടിക്കും. കേരളത്തിൽ UDF തരംഗമാണ് ഈ ഏപ്രിൽ മാസത്തിലെ തെരഞ്ഞെടുപ്പോടുകൂടി കാണാൻ പോകുന്നതെന്ന് ഞാൻ നിസ്സംശയം പറയും. ആരെ നിർത്തിയിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. പാർട്ടി നിലനിന്ന് പോകാനായി കുറച്ച് സീറ്റുകൾ കിട്ടും. പ്രധാന പ്രതിപക്ഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരിക്കും. ഞാൻ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം കുറച്ച് മണ്ഡലങ്ങൾ CPMലേക്ക് പോകും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തും. ബാക്കി മണ്ഡലങ്ങളിലൊക്കെ നല്ല വോട്ട് ഷെയറോടുകൂടി UDF ജയിക്കും എന്നൊരു കാര്യമാണ് പ്രശാന്തേട്ടൻ ഇപ്പൊ പറഞ്ഞതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിന്റെ അപ്പുറത്തേക്കും കണ്ണൂരാണ് പാർട്ടി ഗ്രാമം എന്ന് പലപ്പോഴും പറയുമെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, കണ്ണൂരിന്റെ അപ്പുറത്തേക്കും കൊല്ലം ഒരു പാർട്ടി ഗ്രാമമാണ്. കൊല്ലത്ത് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ കൊല്ലത്തിന് കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റിന്റെ വേരോട്ടമുള്ള ഒരു മണ്ണാണ്. പലപ്പോഴും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ വോട്ട് ഷെയറുകൾ കൂടിയിരുന്ന, അല്ലെങ്കിൽ വോട്ട് ഷെയറുകൾ പിടിച്ചു നിർത്താൻ സാധിച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു ഈ പറയുന്ന രീതിയിൽ കൊല്ലം എന്ന് പറയുന്നത്. മുകേഷ് തന്നെ അവിടെ ജയിക്കാൻ, മുകേഷിന്റെ ആദ്യ പോരാട്ടം, അല്ലെങ്കിൽ ആദ്യമായിട്ട് അയാൾ രാഷ്ട്രീയ കളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പോലും ഈ മുകേഷ് അത്രത്തോളം നല്ല രാഷ്ട്രീയ നിലപാടുകളൊന്നും പറഞ്ഞിരുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും പാർട്ടി മണ്ഡലം കൈവിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതിന്റെ അപ്പുറത്തേക്കും ഇപ്പോൾ കൂടുതലായിട്ടും വ്യക്തിപരമായിട്ട് വോട്ടുകൾ ലഭിക്കുന്നുണ്ട്. വ്യക്തികളെ നോക്കി ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും ഈ പറയുന്ന തീവ്രത കൂടിയ പീഡനങ്ങൾ, തീവ്രത കുറഞ്ഞ പീഡനങ്ങൾ ഇങ്ങനെ
കുറെ അധികം പരാമർശങ്ങൾ ഇവിടെ ഉയർത്തി വെച്ചത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കൃത്യമായി ഒരു നേതാക്കന്മാർക്കും മുകേഷിനെ പറ്റി ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു മറുപടി ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയത് കൊണ്ട് തന്നെ കൃത്യമായി മുകേഷ് അവിടെ തോക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഏതെങ്കിലും രീതിയിൽ. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, രാഹുൽ മാങ്കൂട്ടം വിഷയം ഒരിക്കലും ഒരു പ്രശ്നമായിരുന്നില്ലല്ലോ തദ്ദേശത്തിൽ, ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടും വലതുപക്ഷത്തേക്ക് ഇത്രയധികം വോട്ടുകൾ പോയില്ലേ? അപ്പൊ ആ രീതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയമായില്ലെങ്കിൽ മുകേഷ് എങ്ങനെ വിഷയമാകും? അതൊരു ചോദ്യമില്ലേ പ്രശാന്ത് ഏട്ടാ? രാഹുൽ മാങ്കൂട്ടം വിഷയമായില്ലെങ്കിൽ മുകേഷ് എങ്ങനെ വിഷയമാകും? അതൊരു നല്ല ചോദ്യമാണ്. അതിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, തീവ്രത കുറഞ്ഞ പീഡനം, തീവ്രത കൂടിയ പീഡനം. പീഡനം എന്ന് പറയുന്നതിനകത്ത് തീവ്രത കുറവോ അത് രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അവരാണ് അതിൻ്റെ തീവ്രത തീരുമാനിക്കുന്നത്. പിന്നെ ഇവിടെ മാങ്കൂട്ടവും ഇവിടെ മുകേഷും, അതായത് വലത്ത് നിൽക്കുന്ന മാങ്കൂട്ടവും ഇടത്ത് നിൽക്കുന്ന മുകേഷും ഒരു വണ്ടിയിൽ കെട്ടാവുന്ന രണ്ട് കാളകളാണ്, രണ്ടും കണക്കാണ് ഈ വിവാദങ്ങളുടെ കാര്യത്തിൽ. അതിലും മാങ്കൂട്ടത്തിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ പുള്ളി കുറച്ചുകൂടെ സൈലൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാങ്കൂട്ടം വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ആർഗ്യുമെന്റ് നടത്തുന്നു, ആള് പോകുന്നു എന്നുള്ളതല്ലാതെ മുകേഷ് ശരിക്കും പറഞ്ഞാൽ ഒരു ധാർഷ്ട്യം വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. മുകേഷിന്റെ പല കോൾ റെക്കോർഡുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ മാധ്യമങ്ങളെ കാണുന്ന മുകേഷും രാഹുലിന്റെ പോലെ തന്നെയാണ്, വളരെ സൗമ്യനായി തന്നെയാണ് മുകേഷ് പെരുമാറിയിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തിൽ പരാമർശങ്ങൾ വന്ന സമയത്തും ഈ മൊഴികൾ എടുക്കുന്ന സാഹചര്യത്തിൽ പോലും മുകേഷ് വളരെ സൗമ്യനായി ഓക്കെ ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ എന്താണെന്ന് നമുക്ക് നോക്കാം, ആ ഒരു തലങ്ങളിൽ തന്നെയാണ് പുള്ളി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഒന്നും വിട്ടു പറയാനോ അല്ലെങ്കിൽ ഒരു പ്രതികരണങ്ങൾ പോലും ഈ കാര്യങ്ങളെ പറ്റിയിട്ട് മുകേഷ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. മുകേഷ് മാത്രമല്ല, മുകേഷിനെ താങ്ങുന്ന പാർട്ടിക്ക് പോലും ഒരു പ്രതികരണങ്ങൾ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ആതിര, പ്രതികരണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പ്രവർത്തനമുണ്ടോ ഇല്ലയോ എന്നാണ് ഇവിടെ നോക്കേണ്ടത്. ഇവിടെ കൊല്ലത്ത് ഇപ്പം ആതിര മുൻപ് പറഞ്ഞതുപോലെ തന്നെ കൊല്ലം എന്ന് പറയുന്നതാണ് കണ്ണൂരിനേക്കാൾ കുറച്ചുകൂടി ശക്തമായ ഒരു പാർട്ടി ഗ്രാമം എന്ന് പറയാവുന്നത് എന്ന് ആതിര പറയുമ്പോൾ ശരിയാണ്. കൊല്ലത്ത് കണ്ണൂരിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഉയർന്നു വന്ന നാടാണ്. അതിൽ തന്നെ ആതിര പറഞ്ഞപ്പോൾ അറിയാതെ വന്നൊരു വാക്കാണ് ഉണ്ടായിരുന്നു. ഇന്നില്ല. ഇന്ന് ഒരു മരുന്നിനെ കാണിക്കാൻ പോലും ഒരു നല്ല നേതാവില്ല. അല്ലെങ്കിൽ ഈ മുകേഷിനെയൊക്കെ താങ്ങി നടക്കണ്ട ഒരു സിനിമാ നടനെ. ശരിയാണ്, ഈ പറയുന്നത് ശരിയാണ്, പാരമ്പര്യമുണ്ട്. ഓ മാധവൻ എന്ന് പറയുന്ന വ്യക്തി കടുത്ത ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു മുകേഷിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ കാളിദാസ കലാകേന്ദ്രം എന്ന് പറയുന്ന നാടക സമിതി കമ്മ്യൂണിസ്റ്റിന് വേണ്ടി സംസാരിച്ചിട്ടുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് നാടകങ്ങൾ രചിച്ച് കമ്മ്യൂണിസ്റ്റ് നാടകങ്ങൾ അവതരിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടം ഉണ്ടാക്കുവാനായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഹായിച്ച ഒരു നാടക സമിതിയുടെ തലപ്പത്തിരുന്ന വ്യക്തിയാണ് ഓ മാധവനും അദ്ദേഹത്തിന്റെ ഭാര്യയും. ആ കുടുംബത്തിൽ നിന്ന് വന്നാണ് മുകേഷ്, സമ്മതിച്ചു, രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. എൻ്റെ അപ്പൻ ആനപ്പുറത്ത് കയറിയാൽ എൻ്റെ പിന്നിൽ തഴമ്പുണ്ടാവില്ല, അപ്പൻ്റെ പിന്നിലെ തഴമ്പുണ്ടാവുള്ളൂ. ശരിക്കും കൊല്ലത്ത് മുകേഷിൻ്റെതായിട്ടുള്ള കുറെ അധികം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന സത്യാവസ്ഥയാണ്. ഒരു പ്രവർത്തനങ്ങളും ചെയ്യാത്ത ആളായിരുന്നു മുകേഷ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു രീതി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അഭിപ്രായം കൊല്ലത്തുകാർക്കില്ല. പക്ഷേ പ്രത്യേകിച്ച് മുകേഷിനോട് അനുഭാവമില്ല എന്നുള്ളൊരു സത്യാവസ്ഥ കൂടെയുണ്ട്. ഇപ്പൊ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വീണ്ടും മത്സരിക്കുകയാണെന്ന് വെച്ചു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ജയിക്കുകയും കൊല്ലത്ത് മുകേഷ് തോക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. കൊല്ലത്തിന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. കാരണം കേരളത്തിന്റെ ഇലക്ഷൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപൊക്കെ വ്യക്തികളായിരുന്നു, മുൻപൊക്കെ രാഷ്ട്രീയ പാർട്ടികളായിരുന്നു, ഇപ്പോൾ വ്യക്തികളായി. ഇപ്പോൾ ഒരു പുതിയൊരു ട്രെൻഡ് വന്നിട്ടുണ്ട് ആതിര. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും, ജനങ്ങൾക്ക് എന്ത് ലഭിക്കും, അതായത് ജനങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട്. അത് തദ്ദേശീയത്തിൽ തന്നെ നമുക്ക് എടുത്തു കാണാൻ പറ്റിയാണ്. പിന്നെ ശബരിമല വിഷയം, കേരളത്തിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ കേരളത്തിന് ശബരിമല അല്ലെങ്കിൽ സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് അതൊരു വികാരമാണ്. അത് രാഷ്ട്രീയ വികാരത്തിന് മേലെ നിൽക്കുന്ന ഒരു വികാരമാണ്. സാക്ഷാൽ ശ്രീധർമ്മ ശാസ്താവ് ആ മലമുകളിലിരിക്കുന്ന അയ്യന്റെ സ്വർണത്തിന്റെ മേലെ കൈവച്ചത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അറിവോട് കൂടിയാണ് എന്നുള്ള രീതിയിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു ആരോപണം തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയെ നന്നായി തന്നെ ഇളക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ വൈറലായ ഒരു പാരഡി,
അതിനെപ്പോലും ഒരു പാരഡിയെ പോലും. അപ്പൊ വീണ്ടും ഈ പറയുന്ന അയ്യപ്പ വിഷയം, പാരഡി വിഷയം, ഈ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തി തന്നെ ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു പ്രചരണ രീതികളൊക്കെ. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, പാലക്കാട് ജനങ്ങൾക്ക് രാഹുലിനോട് പ്രത്യേകിച്ച് ഇഷ്ടക്കുറവൊന്നുമില്ല. അവിടുത്തെ അഭിപ്രായങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും രാഹുലിനോട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. രാഹുലിന്റെ പ്രവർത്തനങ്ങളൊക്കെ സജ്ജമായി അവിടെ നടക്കുന്നുണ്ട്. മുകേഷിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ മുകേഷിനോട് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഒരു അനുഭാവക്കുറവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ലോക്സഭയിൽ തന്നെ പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോ NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം അവിടെ ഒരു തോൽവി മുകേഷിന് ഉണ്ടായത്. അങ്ങനെയാണോ എന്നുള്ളത്, നിയമസഭയിൽ കൊല്ലത്ത് മുകേഷ് ആണ് നിൽക്കുന്നതെങ്കിൽ നമുക്കറിയാൻ പറ്റും മുകേഷ് തോക്കുമോ അല്ലെങ്കിൽ തോൽക്കുന്ന ഒരു സാഹചര്യമാണ്. കോൺഫിഡൻസ് ഒന്നും പാർട്ടിക്ക് കാണുന്നില്ല മുകേഷിനെ നിർത്താൻ വേണ്ടിയിട്ടുള്ള. ഇനി നിന്ന് കഴിഞ്ഞാൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടവും കൊല്ലത്ത് മുകേഷുമാണ് നിൽക്കുന്നതെങ്കിൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ജയിക്കാനും കൊല്ലത്ത് മുകേഷ് തോൽക്കാനുമുള്ളൊരു തലങ്ങളിലേക്കാണ് നിലവിൽ ആ ഒരു സാഹചര്യം പോകുന്നത്. ട്രെൻഡ്, അതെ, ട്രെൻഡ് എന്താണോ ട്രെൻഡിനൊപ്പമേ കേരളത്തിലെ ജനങ്ങൾ നീങ്ങുള്ളൂ. അപ്പം ആതിര പറഞ്ഞ പോലെ തന്നെ ശബരിമലയിലെ കൊടി, സ്വർണ്ണക്കൊടി ഈ തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷവും BJPയും എടുത്ത് കയ്യിൽ പിടിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പ് അത് ഈ പറയുന്ന ഏപ്രിൽ മാസത്തിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല.